ദുരാത്മാവിനെ എങ്ങനെയാണ് ഏഞ്ചൽസ് ഹീലാക്കുന്നത്? അവർക്ക് അതിന് മനുഷ്യന്മാരെക്കാളും പവർ ഉണ്ടല്ലോ. ഇവരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായും. ആദ്യം അതായത് നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ പോകുമ്പോൾ അവിടെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റേക്കി പ്രൊട്ടക്ഷൻ ഇടാറുണ്ട് സാധാരണ. അത് നമ്മൾ ഈ ലൈഫിൽ റേക്കി പ്രൊട്ടക്ഷൻ കൊണ്ട് പറ്റും. പക്ഷെ അവരുടെ തലത്തിലേക്ക് പോകുമ്പോൾ ഹൈ പ്രൊട്ടക്ഷൻ. ഇത് എങ്ങനെ അറിയാൻ കഴിയും ഏഞ്ചൽ വന്നിട്ടുണ്ടോ ഇല്ല? വന്നിട്ട് അവർ പല പ്രസൻസ് നമുക്ക് കാണിച്ചു തരും. ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഏഞ്ചലും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഉപാസനമൂർത്തി ആരാന്ന് പറയാത്ത പോലെ തന്നെ ഞാനും വേഗതയേറിയ മാലാക എന്നൊക്കെയാണ് അവരെ പറയുന്നത്. വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരും. അതായത് ഞാൻ ആകാശിക് റെക്കോർഡിലാണ് മൈക്കിളിന്റെ രൂപം പ്രത്യക്ഷപ്പെടുക. അവരുടെ കയ്യിലൊരു തിളങ്ങുന്ന വാളുണ്ട്. വല്ലാത്ത ഗന്ധമായിരിക്കും. നമ്മുടെ യൂറോപ്യൻ പെർഫ്യൂമുകളുടെയൊക്കെ എന്താ പറയുക, ആനന്ദത്തിന്റെ പരമ അവസ്ഥ എന്ന് പറയില്ല, ആ ഒരു സമയം അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ വേറെ വേൾഡായിരിക്കും. അത് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് നമുക്ക്. ദർശനം നമസ്കാരം. നമസ്തേ. ദർശനം, ഈ ഏഞ്ചൽ ഹീലിങ്ങിനെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പം മാലാഖമാരെ വിളിച്ചു വരുത്തുക, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക, അവരുടെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അങ്ങനെയാണോ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതേന്നും പറയാം, അല്ലാന്നും പറയാം. ഓക്കെ, മാലാഖമാരെന്ന് പറഞ്ഞാൽ എല്ലാ അതായത് സാധാരണ നമ്മൾ പറയാം മാലാഖ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. പക്ഷെ ഹിന്ദു കൾച്ചർ പ്രകാരം ദേവതകൾ അത് മാലാഖമാർ തന്നെയാണ്. അതേപോലെ മലക്കുകളിൽ നിന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പറയും അവർ മാലാഖമാർ. പക്ഷെ ആര് വിളിച്ചാലും ഇവർ വരും എന്നുള്ളതും നമുക്ക് അവരെ അതായത് പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെസ്സേജ് ദൈവസന്നിധിയിലേക്ക് എത്തിക്കാനുള്ള ഒരു അതായത് കുറച്ചും കൂടെ ദൈവത്തിൻ്റെ ആൾക്കാരാണ് അവർ വരിക. നമ്മൾ ഡയറക്റ്റ് പറയുന്നതിനേക്കാളും അവർ വഴി നമുക്ക് മെസ്സേജ് ത്രൂ ദൈവസന്നിധിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇവരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായും. ആദ്യം നമ്മൾ ഏഞ്ചൽസിനെ ഇൻവോക്ക് ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ഏഞ്ചൽ ഉണ്ട്. ഹീലിംഗ് ഏഞ്ചൽ, ഗാർഡിയൻ ഏഞ്ചൽ, പ്രൊട്ടക്ഷൻ ഏഞ്ചൽ, അങ്ങനെയൊക്കെ ഉണ്ട്. സ്പിരിച്വൽ ഏഞ്ചൽസ്, ഒരുപാട് കുഞ്ഞ് ചെറുതും വലുതുമായിട്ടുള്ള മാലാഖമാര്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഏഞ്ചൽസ് അല്ലെങ്കിൽ പിന്നെ ലേഡീസിനെയൊക്കെയാണ് മെയിൻ ആയിട്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെന്ന് തോന്നുന്നു കൂടുതൽ. ഇപ്പം ജീസസുമായി ബന്ധപ്പെട്ട് ജീസസിന്റെ ഒരുപാട് ഏഞ്ചൽസ്, അത് അവിടെ മാത്രമാണോ ഒതുങ്ങുന്നത്? അതായത് അവിടെ ജീസസിന്റെ കൂടെയുള്ള ജീസസിനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഏഞ്ചൽസ് ആണ്. അപ്പം ഈ ഏഞ്ചൽസിനെ എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്? അതായത് പ്രധാന ദൂതന്മാർ ആർക്ക് ഏഞ്ചൽസ് എന്ന് പറയും. ഹീലിംഗ് ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിച്വൽ ഏഞ്ചൽസ്, ഇങ്ങനെ പല കാറ്റഗറിയിൽ ഏഞ്ചൽസ് ഉണ്ട്. ഇവർക്കൊക്കെ ഓരോരോ ഡ്യൂട്ടികളാണ്. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഏഞ്ചലിനെയാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷന് വേണ്ടി വിളിക്കുന്നത്. അത് മെയിനായിട്ട് മൈക്കിൾ ഏഞ്ചലാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഷീൽഡും പ്രൊട്ടക്ഷൻ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകാശിക് റെക്കോർഡ് പോകുമ്പോൾ നമ്മൾ ആസ്ട്രൽ ട്രാവൽ നടത്തിയിട്ടാണ് ആകാശിക് റെക്കോർഡിലേക്ക് എത്തുക. ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് എനർജീസ് വരും. ഏഞ്ചൽസിനെയും ദൈവങ്ങളെയൊക്കെ വിളിച്ചാലേ വരുള്ളൂ. പക്ഷെ ഇവരെ വിളിക്കേണ്ട കാര്യമില്ല, അവർ കൂടെ അങ്ങോട്ട് വന്നോളൂ ഈ നെഗറ്റീവ് എനർജീസ്. അപ്പൊ ഇവരിൽ നിന്ന് നമുക്ക് ഷീൽഡും പ്രൊട്ടക്ഷനും ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കേഞ്ചൽ മൈക്കിളിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ പോകുമ്പോൾ അവിടെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റേക്കി പ്രൊട്ടക്ഷൻ ഇടാറുണ്ട് സാധാരണ. അത് നമ്മൾ ഈ ലൈഫിൽ റേക്കി പ്രൊട്ടക്ഷൻ കൊണ്ട് പറ്റും. പക്ഷെ അവരുടെ തലത്തിലേക്ക് പോകുമ്പോൾ ഹൈ പൊട്ടൻഷ്യൽ എടുത്താലേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. കാരണം മറ്റ് എനർജീസ് കണക്ട് ചെയ്ത് വരാതിരിക്കാൻ. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആകാശിക് റെക്കോർഡിൻ്റെ അധിപനായ മെറ്റട്രോണിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇൻവോക്ക് ചെയ്ത് നമ്മൾ. അത് എപ്പോൾ വിളിച്ചാലും അവർ വരും. കാരണം വിളിക്കണം എന്ന് മാത്രം. അപ്പോൾ രാഹുൽ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ രാഹുലിൻ്റെ പേരെടുത്ത് വിളിച്ചാലേ ശ്രദ്ധിച്ച് നോക്കുള്ളൂ. അതേപോലെ ഏഞ്ചൽസ് ഇവിടെ ഉണ്ട്. സാധാരണപ്പെട്ട ഒരാൾക്കും ഏഞ്ചലിനെ തീർച്ചയായും പറ്റും. ഇത് എങ്ങനെ അറിയാൻ കഴിയും ഏഞ്ചൽ വന്നിട്ടുണ്ടോ ഇല്ല? വന്നിട്ട് അവര് പല പ്രസൻസ് നമുക്ക് കാണിച്ചു തരും. ചിലപ്പോൾ ചെറുകടി ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാം. ചിലപ്പോൾ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഗന്ധം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരുടെ ഒരു അനക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നല്ല ഓരോ ഏഞ്ചൽസിനും കളേഴ്സ് ഉണ്ട്. ഇവരുടെ വസ്ത്രത്തിനും ചിറകിനൊക്കെ ഓരോ കളേഴ്സ് ഉണ്ട്. ആ കളറ് വരുന്നത് അതിൻ്റെ വെളിച്ചമായിട്ട് വരും. പിന്നെ ആ കളറ് എനിക്ക് അത് വാക്കുകൾ കൊണ്ട് പറയാൻ ഗൂസ് ബംപ്സ് വരും സത്യം പറഞ്ഞ ആ ഏഞ്ചൽസിനെ കാണാനായിട്ട്. എന്നായിരുന്നു ആദ്യമായിട്ടൊരു ഏഞ്ചലിനെ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ആദ്യമായിട്ട് ഫീൽ ചെയ്തത്? അതായത് ഏഞ്ചലിനെ ഞാൻ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ചെയർ കൊടുത്ത് അദ്ദേഹത്തിനെ ഇരുത്താനായിട്ട് സാധിക്കും. ഞങ്ങൾ സാധാരണ റൈക്കിയിലെ മാസ്റ്റേഴ്സിനെ വിളിച്ച് നമ്മൾ ഒരു സ്ഥലത്തിൽ ഇരുത്തുക. അതായത്
ഗുരുക്കന്മാരെ ഇരുത്തുന്ന പോലെ തന്നെ നമുക്ക് ഏഞ്ചൽസിനെയും വിളിച്ചിരുത്തി അവരുടെ കാൽക്കലെന്നല്ല, അത് ഞാൻ ചെയ്തതാണ്, അടുത്തിരുത്തി നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റും. ദർശനം ആദ്യമായിട്ട് ഈ ഏഞ്ചൽസിനെ വിളിച്ചു വരുത്തിയ അനുഭവം എന്ന് പറയാം. അതായത് ഞാൻ മെയിനായിട്ട് എൻ്റെ കണക്ഷൻ ഏഞ്ചൽ ഉണ്ട്. അതായത് ഓരോരുത്തർക്കും ജാതക പ്രകാരം അല്ലെങ്കിൽ നാള് പ്രകാരം നമ്മുടെ ഡേറ്റ് ജനിച്ച മന്ത് പ്രകാരം ഒക്കെ ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മെയിനായിട്ട് വിളിക്കാറുള്ളത്. പിന്നെ പ്രണയത്തിന് മാലാഖയുണ്ട്, അബണ്ടൻസിന് മാലാഖയുണ്ട്, ജ്ഞാനത്തിന് മാലാഖയുണ്ട്. ഇവരൊക്കെ നമുക്ക് ആവശ്യപ്രകാരം എന്താണോ നമുക്ക് എന്താണോ ആവശ്യം അതിനാണ് അവരെ വിളിക്കുന്നത്. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഒരു ഏഞ്ചലും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഉപാസനാമൂർത്തി ആരാന്ന് പറയാത്ത പോലെ തന്നെ ഞാനും ഇപ്പോൾ അത് പേര് ഞാൻ പറയുന്നില്ല, കണക്ട് ചെയ്ത് ഇപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ രാഹുലിൻ്റെ രാശി പ്രകാരമുള്ള ഏഞ്ചൽ ഏതാണെന്ന് ഞാൻ കണക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ രാഹുലിനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആകാശിക് റെക്കോർഡ് ആസ്ട്രോ ട്രാവലിംഗ് നടത്തുന്ന ആളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൈക്കിളിനെയാണ് ഞാൻ ആദ്യം ഇൻവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കണക്ട് ചെയ്ത് തന്നത് മൈക്കിൾ, ആർക്കേഞ്ചൽ മൈക്കിൾ. മിഖായേലിനെ കേട്ടിട്ടുണ്ടല്ല. അതിന്റെ എന്താണ് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്. പക്ഷെ എല്ലാ കാര്യങ്ങളും വേഗതയേറിയ മാലാക എന്നൊക്കെയാണ് അവരെ പറയുന്നത്. വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരും. അതായത് ഞാൻ ആകാശിക് റെക്കോർഡിലാണ് ഇവരെ ആദ്യം, കാരണം മൈക്കിളിനെ വിളിച്ചാലേ നമുക്ക് അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏഞ്ചൽസുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയതും ഞാൻ ഏഞ്ചൽ ഹീലിംഗ് പഠിക്കുന്നതും ബാക്കി ഏഞ്ചൽസിനെ അറിയാനായിട്ട് സാധിച്ചതും. ഇതേപോലെ നീല വെളിച്ചമാണ് ആദ്യം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സീലിംഗ് ഇങ്ങനെ മാറുന്നതായിട്ട് തോന്നും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നീല വെളിച്ചം. പക്ഷെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ലേഡീസാണ്, പക്ഷെ ഇവരൊന്നും ലേഡീസ് ആയിരിക്കില്ല, ജെൻസും അതായത് പുരുഷ മാലാഖമാരും ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ചിറകുകൾ എന്നൊക്കെ കണ്ട് നമ്മൾ പക്ഷേ ഇത് ഏഞ്ചൽസിൻ്റെ ചിറക് ശരിക്കും നമുക്ക് കാണാനായിട്ട്, അവരുടെ ചിറകുടെ ശബ്ദം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ചിറകിന് നടുവിൽ ഒരു മൈക്കിളിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടും. അവരുടെ കയ്യിലൊരു തിളങ്ങുന്ന വാളുണ്ട് ഏഞ്ചലിൻ്റെ കയ്യിൽ. പിന്നെ കയ്യിലൊരു നീതിയുടെ തുലാസ് എന്ന് പറയില്ല, ആ സംഭവവും കയ്യിലുണ്ടാവും. അപ്പോൾ ഇത് നമ്മളെങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കും. ഞാൻ കണ്ണ് തുറക്കില്ല കേട്ടോ, തുറന്നിട്ടല്ല, കണ്ണടച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. വല്ലാത്ത ഗന്ധമായിരിക്കും വരുന്നത്. അത് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ പെർഫ്യൂമുകളുടെയൊക്കെ ആ ഒരു ഗന്ധമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഹാപ്പി ആയിരിക്കും നമ്മളൊരു എന്താ പറയുക, ആനന്ദത്തിൻ്റെ അവസ്ഥ എന്ന് പറയില്ല, ആ ഒരു സമയം അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ വേറെ വേൾഡായിരിക്കും. അത് വാക്കുകൾ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതും ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നതും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെസ്സേജ് കൃത്യമായി ദൈവത്തിലേക്ക് എത്തിക്കുന്നതും അതിന് റിസൾട്ട് കിട്ടുന്നതും ഒക്കെ ആകുമ്പോൾ അത് വേറൊരു തലമാണ്. ഇപ്പം ദർശന മാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ആകാശിക് റെക്കോർഡിങ്സ്, അപ്പം ഇതില് നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. അതായത് നമ്മുടെ വിധിയാണ് ഈ ആകാശിക് റെക്കോർഡ്സിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമോ? നമ്മൾ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞ വിധിയെ തടുക്കാനാവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് എഴുതാനും പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് എഴുതാം. അപ്പോൾ ആകാശിക് റെക്കോർഡിൻ്റെ റീറൈറ്റ്, അതായത് ഓട്ടോ റൈറ്റിംഗ് റീറൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ചില ഫിയറുകളൊക്കെ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ഫിയറിനെ, ഇരുട്ടിനെ പേടിയാണെന്ന് ഇപ്പോൾ വെക്കുക, രാഹുലിന് ഇരുട്ടിനെ പേടിയാണ്. അത് പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ രാഹുലിന് ആരെങ്കിലും ഇരുണ്ട മുറിയിലിട്ട അടച്ചു വെച്ചിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് അതായിരിക്കും ഇരുട്ടിന് രാഹുലിന് പേടി വരാനുള്ള കാരണം. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ഇരുട്ടിനെ പേടി എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി എഴുതാൻ പറ്റും. രാഹുലിൻ്റെ പുസ്തകം എടുത്തിട്ട് രാഹുലിന് ഇരുട്ടിന് പേടിയില്ല എന്ന് എനിക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറും, തീർച്ചയായും മാറും. അത് എല്ലാ കാര്യത്തിലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ചോദിക്കും ആൾക്കാർ കമന്റ് ഇടാൻ പറ്റും, അതായത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അങ്ങോട്ട് വിധിനെ മാറ്റി എഴുതി, അങ്ങനെയല്ല. ഏറ്റവും വലിയ കാര്യം മരണമാണ്. പറ്റില്ല. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാരണമാണല്ലോ മരണം. അതെ, നമ്മുടെ സോളിന്റെ കർമ്മങ്ങളൊക്കെ തീരുന്ന സമയത്താണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, മരണം സംഭവിക്കുന്നത്. അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് ഞാനൊരു ധനികനാകും അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ദരിദ്രനായി? കഴിഞ്ഞ ജന്മത്തിൽ രാഹുൽ ചിലപ്പോൾ മിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാവും, പൈസേനെ ഒരുപാട് ദൂർത്തടിച്ചിട്ടുണ്ടാവും.
ദൂർത്തടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലും മണീനെ നമുക്ക് മിസ്റെസ്പെക്ട് ചെയ്യാം. നിലത്തിടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് ചൂത് കളിക്കുക, അതേപോലെ തന്നെ മറ്റ് മദ്യപാനത്തിന് വേണ്ടി ചിലവാക്കുക. പൈസക്കൊരു എനർജി ഉണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കുന്ന മഹാലക്ഷ്മി എന്നുള്ളൊരു എനർജിയാണ് വിശ്വസിക്കുന്നത്. അതിനെ വേണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് ആ പൈസ, പിന്നെ ഒരാളെ കൊട്ടേഷനൊക്കെ കൊടുക്കുന്നതും നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യും. ആ പൈസ കൊണ്ട് ദുരുപയോഗമാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ രാഹുലിന് ദാരിദ്ര്യം അനുഭവിച്ചേക്കാം. അപ്പം ഈ ജന്മത്തിൽ ഞാൻ ഇതേപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഇപ്പം പൈസ മിസ്റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, അടുത്ത ജന്മത്തിൽ ഞാൻ ജനിക്കുമ്പോൾ ദരിദ്രനായിട്ടായിരിക്കും. തീർച്ചയായും. ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവും, പോക്കറ്റിൽ പൈസ ഉണ്ടാവും, അതൊരിക്കലും രാഹുലിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിന് ചിലപ്പോൾ വെറൊരു പേപ്പറിന്റെ വാല്യൂ മാത്രമായിട്ട് അത് എപ്പോഴും പോക്കറ്റിൽ കിടക്കാനേ പറ്റുള്ളൂ. അത് ഉപയോഗിക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വരും. ദാരിദ്ര്യം എന്ന് പറഞ്ഞ പൈസ ഇല്ലായ്മ മാത്രമല്ല, ഇങ്ങനെയും വരാം. അതായത് കയ്യിൽ സമ്പന്നനായിട്ടും അത് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സംബന്ധിച്ചിടത്തോളം അയാളൊരു ദരിദ്രൻ തന്നെയാണ്. വേണ്ട കാര്യങ്ങൾക്ക്, അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആ പൈസ, ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, ഒരുപാട് സമ്പാദിച്ച് കൂട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഏത് വഴിക്കാ പോണു? സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ട്, അത് കഴിയുമ്പോഴേക്കും തന്നെ അത് പല പല വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ച അക്കൗണ്ട് ക്ലോസിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റീറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അത് പെർമിഷൻ വേണം. അതായത് രാഹുലിന് അങ്ങനെ ചിലപ്പോൾ ആ കർമ്മ അനുഭവിച്ച് തീർന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇതിന് നമുക്ക് ഇത് മാറ്റാൻ വിധി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ചോദിക്കാൻ പറ്റും. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? അത് ആകാശിക് റെക്കോർഡിൽ നമ്മൾ മെട്രിട്ടോൺ ആണ് ഇതിന്റെ അവിടുത്തെ അധിപൻ, ആകാശിക് റെക്കോർഡിന്റെ അധിപൻ, ആ ലൈബ്രറി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുക, രാഹുൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ ചോദിക്കുക, രാഹുൽ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതറിയാൻ സമയമാണ്, അല്ലെങ്കിൽ അത് ബ്ലെസ്സിങ് ആണ്, രാഹുലിൻ്റെ ആ ഒരു കർമ്മം തീരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഓപ്പൺ ചെയ്ത് കിട്ടും, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എനിക്കതവിടെ അദ്ദേഹത്തോട് ചോദിക്കാം, ഞാനിത് റീറേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം യെസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കവിടെ എഴുതി വെക്കാൻ പറ്റും. അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമോ രാഹുൽ ചിലപ്പോൾ പറയാണ്, ചേച്ചി ഞാൻ കുറേ പൈസ തരാം, ഞാൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും തരാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയാം. പല ആൾക്കാരും അങ്ങനെ ആയിരിക്കും, ഇതോടുകൂടി എൻ്റെ പ്രശ്നം തീർത്ത് തരണം എന്ന് പറയും. പക്ഷെ അപ്പോഴും ഞാൻ പറയണത്, ഇതൊന്നും എൻ്റെ കയ്യിലല്ല. ഞാൻ പറയാം, ഞാനൊരു യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഇവരുടെ ഒക്കെ ടൂളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരമോ രാഹുലിൻ്റെ ഇഷ്ടപ്രകാരമോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തീരുമാനിക്കുന്ന സമയത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനും എല്ലാത്തിനുള്ള പെർമിഷൻ ഉള്ളൂ. ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യാനും എനിക്ക് മാമിന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ അതൊരു നിയോഗമായിരിക്കാം. തീർച്ചയായും. കാരണം ഇവിടെ ഇപ്പോൾ അബാക് മീഡിയയിലെ തന്നെ എത്രയോ ടാരോ റീഡേഴ്സ് ഉണ്ട്, ആകാശിക് റെക്കോർഡ് എല്ലാം ചെയ്യുന്ന ആൾക്കാർ, ഗുരുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നെ തേടി വരുന്ന ആൾക്കാർ, ചില ആൾക്കാർ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ച് കാലങ്ങളായിട്ടുണ്ടാവും. പഴയ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് അപ്പം മുതൽ തന്നെ അവർ ചിലപ്പോൾ അത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ മാത്രമേ അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ വിളിക്കില്ല. അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. ഈ അടുത്തൊക്കെ ആയിരിക്കും അവർ വിളിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു റീസെൻ്റ്ലി പോയ ഇന്റർവ്യൂ ആയിരിക്കും, പക്ഷെ പറയും അവരതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർ ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ അവർ പറയും വിളിക്കണമെന്ന് തോന്നും, പക്ഷെ എന്തോ ഒരു സംഭവം നമ്മളെ പുറകേക്ക് വലിക്കും. പക്ഷെ അവരുടെ ആ ഒരു കർമ്മം ആവുന്ന സമയത്തെ എന്നെ കണക്ട് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പറയും വിളിച്ചിട്ട് ചിലപ്പോൾ കണക്റ്റ് ആയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എത്താൻ, ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേരിട്ട് ഒരാൾക്ക് എന്നെ കാണാൻ സമയം, അത് ഞാൻ വലിയ എൻ്റെ കഴിവ് എന്നൊന്നുമല്ല, എനിക്ക് തിരിച്ചും അതേപോലെ അവരെ കാണാൻ സമയമാകുമ്പോൾ മാത്രമേ ഞാനുമായിട്ട് കണക്ഷൻ. അതൊക്കെ യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. ഞാൻ വിളിക്കുന്നത് അതാ പറഞ്ഞ ആകാശിക് റെക്കോർഡിൽ ദർശനേനെ രാഹുൽ ഈ നിമിഷത്തിൽ കാണണം എന്നുള്ളത് ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിന്ന് രാവിലെ ഞാൻ വരാൻ റെഡി ആയതാണ്, പക്ഷെ എനിക്കിവിടെ എത്താൻ സാധിച്ചത് എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. അതെ. അപ്പൊ അതിനൊക്കെ ഓരോ കാരണമുണ്ട്. ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കിവിടെ ഈ നിമിഷത്തിൽ ഈ സമയത്ത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അതേ നടക്കുള്ളൂ. നമ്മൾ ഈ ഏഞ്ചൽ ഹീലിങ്ങിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഈ ഏഞ്ചൽസിനെ വെച്ച് ഇപ്പം പലരും പറയാറുണ്ട് ബാധാദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, അങ്ങനെ ഒരുപാട് സോൾ പ്രസൻസ്, ഇതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഏഞ്ചൽ ഹീലിംഗ് വെച്ച് നമുക്ക് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും. ഏഞ്ചൽസിനെ വിളിച്ച് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അതായത് ഹീലിംഗ് ഏഞ്ചൽസ് ഒരുപാട് പേരുണ്ട്.
നമ്മളിപ്പോൾ റേക്കിയൊക്കെ ഹീലിംഗ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഏഞ്ചൽസും അവരെ സുഖപ്പെടുത്തും, മാലാഖമാർ അല്ല സുഖപ്പെടുത്തും. ഇതൊരു ദുരാത്മാവല്ലേ? അപ്പൊ ഈ ദുരാത്മാവിനെ എങ്ങനെയാണ് ഏഞ്ചൽസ് ഹീലാക്കുന്നത്? അവർക്ക് അതിന് മനുഷ്യന്മാരെക്കാളും പവർ ഉണ്ടല്ലോ, അവർക്ക് അതിന് അവരുടെ കഴിവും പവറും വെച്ച് അത് ഹീൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.